മൂത്രാശയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ മരുന്നാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എന്താണെന്നുള്ള പേര് ഞാൻ ലാസ്റ്റേ പറയത്തില്ല കേട്ടോ. നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒരു സാധനം കൂടിയാണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഒരു മൂത്രാശയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ മരുന്നാണ് ഈ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കിഡ്നി സ്റ്റോണ്, കിഡ്നിയിൽ പഴുപ്പ്, അതായത് മൂത്രത്തിൽ പഴുപ്പുള്ള കംപ്ലീറ്റ് അസുഖങ്ങൾക്കും ഈ ഒരു സാധനം വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ ചെറിയ മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്ര മാത്രം ഒരു 8 or 9 ഇല വരുന്ന രീതിയിലൊരു തണ്ട് നമുക്ക് എടുക്കാം. ഈ ഒരു തണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കും. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ദിവസം ഒരു 5 or 6 വട്ടമായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് ചെറിയ മൂത്രത്തിൽ കല്ലും മൂത്രത്തിൽ പഴുവൊക്കെ പൂർണ്ണമായിട്ടും മാറും. ഇനി അതല്ല നിങ്ങൾക്ക് വലിയ കല്ലാണ് മൂത്രമൊന്നും ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതി ഉണ്ടെന്നെങ്കിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള വലിയ തണ്ട് കണ്ടോ, ഇതിനകത്തിപ്പം പൂ ഉൾപ്പെടെ ആയി വരുന്നുണ്ട്. നമുക്ക് ഈ പൂവൊന്നും വേണമെന്നില്ല, പൂവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ഇലയുടെ വലിയൊരു തണ്ടും ഇലയും മുഴുവനായിട്ടും എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 7 അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് ഈ ഒരു കല്ല് പൂർണ്ണമായിട്ടും അലിഞ്ഞു പോകും. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ചെറുള എന്നാണ് ഈ സസ്യത്തിൻ്റെ പേര്. ചിലയിടത്ത് ചെറുള എന്ന് പറയും, ചിലയിടത്ത് ചെറുപൂള എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു പേരിലുണ്ടാകുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പണ്ടൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു, ഇപ്പം പക്ഷേ പല ഭാഗത്തും കാണാനില്ല.